ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം. അതുപോലെ തന്നെ പഴയ വീഡിയോക്കൊക്കെ കിടുക്കൻ സപ്പോർട്ടും വൈറലും ആക്കി തന്നതിനും അതിനും കിടക്കട്ടെ 1000 നന്ദി. ഇത് കണ്ടല്ലേ ഒരു കിടുക്കം വെജിറ്റബിൾ കുറുമ അല്ല വെജിറ്റബിൾ കറി ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി കേട്ടോ. രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തിടുക്കത്തിൽ ഓടാൻ നിൽക്കുന്ന സമയത്ത് ഈ വക പരിപാടി കാണിച്ചാൽ മതി. കിടുക്കൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയത്. അതിന് വേണ്ട വെജിറ്റബിളാണ് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, പൊട്ടറ്റോ. ഇത്ര സാധനം നല്ല കഴുകി വൃത്തിയാക്കി പീൽ ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കൂട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക. ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുന്നു. ഉരുളി ചൂടാക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ ഓയിലിൽ തൊപ്പി തെറിപ്പിച്ചു. ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തു, വെളിച്ചെണ്ണ കേട്ടോ. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഇതുപോലെ എടുത്തിട്ട് മറിച്ച ശേഷം അവനെ ലൈറ്റായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇവനൊന്ന് റോസ്റ്റായി രൂപത്തിലും പാത്രത്തിൽ വരുമ്പോൾ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, കരിവേപ്പില ഇട്ട് കൊടുത്താൽ അവനെ ഒന്ന് വരട്ടിയെടുക്കുക. ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ചെറുള്ളിയോ അല്ലെങ്കിൽ സബോളയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ അങ്ങ് വരട്ടുക. വരട്ടി ഒരു കളറാക്കി എടുക്കണം കേട്ടോ. അതായത് ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ നമ്മുടെ സ്ഥിരം ഡയലോഗ്. എന്നിട്ട് ചങ്ങാതിക്ക് ഈ സാധനം ഇട്ട് കൊടുത്ത് ചങ്ങാതിക്ക് ഭയങ്കര ആവശ്യമാട്ടോ എന്നോട് കുക്ക് ചെയ്യണമെന്ന്. നമ്മുടെ കട്ട ഫാനാണ്. നമ്മുടെ ഹോട്ടലിൽ വന്ന് ചാൻഡീസ് വിൻഡി ഹോട്ടലിലൊക്കെ വന്നപ്പോഴേക്ക് ചങ്ങാതി പറഞ്ഞു എൻ്റെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കണം. നേരെ പോരാൻ പറഞ്ഞു. കിടക്കുന്നു മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഈ അളവിനെടുത്തൊരു മറിക്കുക. അവനെയും ഇതുപോലെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. കാരണം ആ പച്ചപ്പൊക്കെ ഒന്ന് മാറണേ, അല്ലെങ്കിൽ ആ പച്ചപ്പും കുത്തലും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യാതെ ഈ രൂപത്തിൽ ഭാവത്തിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി ഇവന് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇവനങ്ങ് തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ശേഷം ഒരു ലേശം പഞ്ചസാരയും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തിട്ട് അവനെ തിളയ്ക്കുന്ന വരെ ഒന്ന് കലക്കിയ ശേഷം ഈ വെജിറ്റബിൾ ഒന്ന് വേവാൻ വെക്കുക. ഒരു മാക്സിമം പോയൊരു 10 മിനിറ്റ്. ആ സമയത്ത് ഇതുപോലെ മിക്സി ജാറെടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറായിരിക്കും ബെസ്റ്റ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അടപ്പ് വെച്ച് മൂടി വെച്ച് മിക്സിയിലിട്ട് 2 അടി ഇതുപോലെ കുഴമ്പ് രൂപത്തിലായ ശേഷം വെജിറ്റബിൾ വെന്ത ശേഷം അതായത് ഒരു 90% ആയ ശേഷം ഇതിലേക്ക് കുഴമ്പ് രൂപത്തിലായ ആ തേങ്ങ പേസ്റ്റ് എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലോണം കലക്കി രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും നല്ല സ്മെല്ല് വരാൻ തുടങ്ങട്ടെ എൻ്റെ ചങ്ങാതി. ആ സമയത്തേക്ക് ഇതിലേക്ക് ഗരം മസാല, പെപ്പർ കണ്ടല്ലേ, കുറച്ച് ജീരക പൗഡറും ഇത്ര ഇട്ട ശേഷം അവനെയും കൂടെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇവനങ്ങ് മിക്സായി ഈ രൂപത്തിലും ഭാവത്തിലും വരുമ്പോഴേക്ക് നല്ല കുറുകിയ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത രൂപത്തിലൊക്കെ ആയ ശേഷം നേരെ ഇതുപോലെ ഒരു പാൻ എടുക്കുക. പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇങ്ങ് പെട്ടാന്ന് പൊട്ടി കഴിയുമ്പോഴേക്ക് ചെറുള്ളി അരിഞ്ഞത് വരട്ടുക. നല്ലോണം അങ്ങ് വരട്ടുക എന്ന് പറഞ്ഞാൽ ഓവർ കളറൊന്നും നോക്കാൻ ലൈറ്റ് കളറായാൽ മതി. ആ കളറാകുമ്പോൾ വത്തലമുളക് 4 5 6 കീറിയ വത്തലമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഒന്നും കൂടെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് വരട്ടുക കണ്ടോ. ഇവനൊന്ന് വരണ്ട രൂപത്തിലായി വരുമ്പോഴേ നേരെ പൊക്കിയെടുത്ത് വെജിറ്റബിൾ കറിയിലേക്ക് ഒരു മറി, നമ്മുടെ വെജിറ്റബിൾ കറിയിലേക്ക് അല്ല വെജിറ്റബിൾ കുറുമയിലേക്ക് ഒരു മറി അങ്ങ് വയ്ക്കാം. മറിച്ച ശേഷം ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. ഒരു മണം വരും എൻ്റെ ചങ്ങാതി. അടുത്തേക്കൊന്നും നമ്മളറിയില്ല. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും കൂടെയാണ് ഇതുപോലെ എടുത്ത ചപ്പാത്തി മുകളിലേക്ക് ഇതുപോലെ അങ്ങ് മറിക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി. എന്നിട്ട് നിങ്ങളെല്ലാം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാനൊരു പിടുത്തങ്ങ് പിടിക്കാം. ആ സമയത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിലും കയറി ഇങ്ങ് പറപ്പിക്കുക എൻ്റെ ചങ്ങാതി. പഴയ വീഡിയോയ്ക്ക് തന്ന സ്നേഹവും സന്തോഷവും ആ പറപ്പിക്കലിനും ആ വൈറലാക്കുന്നതിനും 1000 നന്ദി ഇരിക്കട്ടെ ചങ്ങാതിമാരെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിടുക്കൻ ഐറ്റങ്ങളുടെ പേരുണ്ടെങ്കിൽ നേരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തോ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേ ലെവലിൽ കാണാം ചങ്ങാതിമാർ.